മണിക്കൂറുകൾ നീണ്ടുനിന്ന ശ്രമത്തിന് ശേഷമാണ് ഇപ്പോൾ ലോറി ഉയർത്തുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. ഏതാണ്ട് 4 മണിക്കൂറോളം ഈ പാലം കൈവരികൾ തകർന്ന കായലിലേക്ക് അതിൻ്റെ മുൻഭാഗം പതിക്കുന്ന രീതിയിലായിരുന്നു നിന്നിരുന്നത്. അതിനുശേഷമാണ് ഇത് എന്ത് ചെയ്യണമെന്ന വലിയൊരു ആലോചനയിലേക്ക് വന്നു. കാരണം സാധാരണഗതിയിലുള്ള ക്രെയിനുകൾ കൊണ്ടുവന്നാൽ ഇത് ഉയർത്താൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉണ്ടായിരുന്നത്. തുടർന്ന് ഉയർന്ന ഭാരം വഹിക്കാൻ കഴിയുന്ന 2 ക്രെയിനുകൾ ഈ ഭാഗത്ത് എത്തിച്ചു. ഈ അലക്സാണ്ടർ പറമ്പിത്തറ പാലം ഇത് പൂർണ്ണമായും തന്നെ ഗതാഗതം നിർത്തിവെച്ച ശേഷമാണ് ഇതിലേക്ക് ഈ ജോലികൾ തുടങ്ങിയത്. ഇതിനുശേഷം ക്രെയിനുകൾ കൊണ്ടുവരികയും ആദ്യ ശ്രമത്തിൽ അതിൻ്റെ ഒരു ക്രെയിനിൻ്റെ ഉരുക്കുപടം തകരുകയും ചെയ്തു. ഇതിനുശേഷമാണ് പിന്നീട് ക്രെയിനുകൾ കൊണ്ട് ഇത് ഇവിടേക്ക് ഉയർത്തിയെടുത്തതിൻ്റെ മുൻഭാഗം ഉയർത്തിയെടുത്തതിന് ശേഷം പാലത്തിലേക്ക് ലോറി എത്തിക്കുവാനായിട്ട് സാധിച്ചത്. ഇതിൽ പൂർണ്ണമായും ഈ മേഖലയിൽ ഇതോടെ ഗതാഗതം സ്തംഭിച്ച് നിയന്ത്രിച്ചതിന് ശേഷമാണ് ഇത് മറ്റ് പ്രവർത്തനങ്ങളിലേക്കടക്കം കടക്കുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ വലിയൊരു അപകടം ഒഴിവായതിൻ്റെ ആശ്വാസം തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം എങ്ങനെയാണ് ഇവിടെ നിന്ന് ഈ ലോറി നീക്കം ചെയ്യുക എന്നതായിരുന്നു അടുത്ത പ്രശ്നമായിട്ട് ഉയർന്നിരുന്നത്. അതിനുശേഷം വലിയ ക്രെയിനുകൾ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് അതിനകത്ത് ഉണ്ടായിരുന്ന ചെടിയും മണലുമെല്ലാം അതിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാരം കൂടുതൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൂടി കണക്കിലെടുത്ത ശേഷമാണ് ഉയർന്ന ഭാരം വഹിക്കാൻ കഴിയുന്ന 2 ക്രെയിനുകൾ ഇവിടേക്ക് എത്തിക്കാൻ അഗ്നിരക്ഷാസേനയും പോലീസും ആവശ്യപ്പെടുകയും ചെയ്തത്. ഇതനുസരിച്ചുകൊണ്ട് 2 ക്രെയിനുകൾ എത്തിക്കുകയും അപകടം പൂർണ്ണമായും ഇല്ലാതാക്കുന്ന രീതിയിൽ, അതായത് ലോറി കായലിലേക്ക് കുത്തനെ ഒഴുക്കുള്ള കായലാണ്. അതുകൊണ്ട് കായലിലേക്ക് പോകാൻ ഉണ്ടാകുന്ന വിഷയങ്ങൾ നിരവധിയാണ്. അത് ഒഴിവാക്കിക്കൊണ്ട് പരിചയസമ്പന്നരായ ജോലിക്കാരെ തന്നെ ഇതിന് നിയോഗിച്ചു. ഇതിനുശേഷം വടം കെട്ടി 2 ഭാഗത്തും വടം കെട്ടി ലോറി ഉയർത്തി പാലത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും ഇപ്പോൾ ഒരു തുടർച്ചയുണ്ടായിരുന്ന ഒരു അനിശ്ചിതത്വം മാറി. അതിനുശേഷം ഇപ്പോൾ പാലത്തിലേക്ക് ലോറി മാറ്റിയിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് ഇത് മാറ്റണം. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളിലേക്കും രക്ഷാസേനയും പോലീസും കടന്നിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.